യൂറോപ്പിലെ മുൻനിര ശക്തികളായ ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം എന്നിവ ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. ഇതിനൊപ്പം ഇറാനും റഷ്യയും ചേർന്ന് അമേരിക്കയുടെ കോക്കസസ് മേഖലയിലെ അഭിലാഷങ്ങൾ തടയാനുള്ള ശക്തമായ നീക്കങ്ങളുമാണ് നടത്തുന്നത്. എന്താണ് ഈ റഷ്യൻ മോഡൽ ഉപരോധം? എന്തുകൊണ്ടാണ് ഇറാനും റഷ്യയും ഒന്നിക്കുന്നത്? ട്രംപിന്റെ കോക്കസസ് സ്വപ്നം എന്താണ്? പരിശോധിച്ച് നോക്കാം. യൂറോപ്പിലെ 3 പ്രധാന ശക്തികളായ ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം അടങ്ങിയ ഈ 3 ഗ്രൂപ്പ് ഇറാനോട് ഒരു കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഈ മുന്നറിയിപ്പിന്റെ സമയപരിധി ഓഗസ്റ്റ് 31 വരെയാണ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്നാൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യക്കെതിരെ നടപ്പാക്കിയ റഷ്യൻ മോഡൽ ഉപരോധങ്ങൾക്ക് സമാനമായ ഒരു സാമ്പത്തിക ആക്രമണം ഇറാന്റെ മേൽ ചുമത്തപ്പെടും. റഷ്യൻ മോഡൽ എന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചേർന്ന് നടപ്പാക്കിയ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളാണ്. റഷ്യയുടെ എണ്ണ, ടാങ്കറുകൾ, ബാങ്കുകൾ എന്നിവയ്ക്ക് മേൽ ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായി തളർന്നു. ഇറക്കുമതി തടസ്സപ്പെട്ടതോടെ പണപ്പെരുപ്പം 10% മുകളിലേക്ക് കുതിച്ചു. അടിസ്ഥാന പലിശ നിരക്ക് 20% മുകളിലെത്തി. റഷ്യൻ ബാങ്കുകളെ അന്താരാഷ്ട്ര പണമിടപാട് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കി. കമ്പനികൾ മൂലധന പ്രതിസന്ധിയിലേക്ക് വീണു. റഷ്യൻ എണ്ണയുടെ പരമാവധി വില $60 നിന്ന് $47 കുറഞ്ഞു. ഇത് റഷ്യയുടെ വരുമാനത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തി. ഇപ്പോൾ ഇതേ മോഡൽ ഇറാനെതിരെ നടപ്പാക്കാനാണ് യൂറോപ്പിന്റെ തീരുമാനം. നിലവിൽ ഇറാൻ സമ്പദ് വ്യവസ്ഥ ഏറെ ദുർബലമാണ്. ഉപരോധങ്ങളും യുദ്ധക്കെടുതികളും മൂലം ഇറാന്റെ പണപ്പെരുപ്പം 38% മുകളിലാണ്. ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ 90%-ലേറെ ഇടിഞ്ഞു. ഔദ്യോഗിക എക്സ്ചേഞ്ച് റേറ്റിൽ $1 42,000 റിയാലാണെങ്കിൽ അനൗദ്യോഗിക വിപണിയിൽ ഇത് 10 ലക്ഷം റിയാലിനടുത്താണ്. ഇതിനെ മറികടക്കാൻ റിയാലിൻ്റെ 4 പൂജ്യങ്ങൾ വെട്ടിക്കളയാൻ ഇറാൻ ഭരണകൂടം അടുത്തിടെ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഉപരോധം വന്നാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇനി ട്രംപിന്റെ കോക്കസസ് സ്വപ്നം എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോക്കസസ് മേഖലയിൽ, അതായത് അർമേനിയ, അസർബൈജാൻ, തുർക്കി എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ചരക്കുനീക്ക പാത നിർമ്മിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി അഥവാ ട്രിപ്പ് എന്നാണ് ഈ ഇടനാഴിക്ക് പേര്. ഈ പാത ഇറാന്റെയും റഷ്യയുടെയും അതിർത്തികൾക്ക് സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇറാനും റഷ്യയും ഈ പദ്ധതിയെ ശക്തമായി എതിർക്കുന്നു. ഈ മേഖലയിൽ അമേരിക്കയുടെ സാന്നിധ്യം സൈനിക താവളങ്ങൾ സ്ഥാപിക്കാനുള്ള നീക്കമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ ഉപദേഷ്ടാവ് അലി അക്ബർ ഈ ഇടനാഴിയെ ട്രംപിന്റെ കൂലിപ്പടയുടെ ശവപ്പറമ്പെന്നാണ് വിശേഷിപ്പിച്ചത്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഈ പദ്ധതി മേഖലയിൽ അസ്വസ്ഥത വിതയ്ക്കുമെന്നും പ്രതികരിക്കുന്നു. ഒരു വശത്ത് യൂറോപ്പിന്റെ കടുത്ത നിലപാട് ഇറാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയേക്കാം. മറുവശത്ത് ഇറാനും റഷ്യയും ഒന്നിച്ച് അമേരിക്കയുടെ പദ്ധതികളെ തടയാനും ശ്രമിക്കുന്നു. ഇനി മിഡിൽ ഈസ്റ്റിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട വസ്തുതയാണ്.